ശ്രീ റോണി കെ ബേബി, ചർച്ചയുടെ തുടക്കത്തിൽ നമ്മൾ പറഞ്ഞു നിർത്തിയതിൽ തന്നെയാണ് വീണ്ടും തുടങ്ങുന്നത്. ഒരു ഫെഡറൽ സംവിധാനത്തെ എങ്ങനെയാണ് ഈ ഒരു തെരഞ്ഞെടുപ്പ് എന്നുള്ള ആശയം ബാധിക്കുന്നത്, അവിടെ എങ്ങനെയാണ് രാജ്യത്തിൻ്റെ ബഹുസ്വരത നഷ്ടമാകുന്നത് എന്നുള്ള ചോദ്യം തന്നെയാണ് വീണ്ടും ഉന്നയിക്കപ്പെടുന്നത്. അതോടൊപ്പം ഒരു രാഷ്ട്രീയ പാർട്ടി മാത്രം എങ്ങനെയാണ് ഇതിൽ മേൽക്കോയ്മ നേടുന്നത്? ഒരു പൗരനെ സംബന്ധിച്ചിടത്തോളം പ്രാദേശിക വിഷയങ്ങളും അതോടൊപ്പം ദേശീയ വിഷയങ്ങളും അദ്ദേഹത്തിന് കൃത്യമായി തന്നെ അവലോകനം ചെയ്യാൻ കഴിയും എന്നിരിക്കെ എങ്ങനെയാണ് ഒരു പാർട്ടിക്ക് മാത്രമായി മേൽക്കോയ്മ നേടാൻ സാധിക്കുന്നത്? അതോടൊപ്പം ഒരു ഫെഡറൽ സംവിധാനത്തിൽ എങ്ങനെയാണ് അതിൻ്റെ ബഹുസ്വരത നഷ്ടപ്പെടുന്നതും ഒരു തെരഞ്ഞെടുപ്പ് പ്രക്രിയ നടക്കുന്നതിലൂടെ? രോഹിണി ചോദിച്ച ചോദ്യവും ബഹുമാനപ്പെട്ട അഡ്വക്കേറ്റ് രാംകുമാർ പറഞ്ഞു നിർത്തിയ ചോദ്യവും ഉത്തരവും അവിടെ നിന്ന് തുടങ്ങുന്നതായിരിക്കും നല്ലത് എന്ന് എനിക്ക് തോന്നുന്നു. കാരണം രണ്ടിനും ഏറെക്കുറെ ഒരു സമാന സ്വഭാവമുണ്ട്. ഞാൻ അഡ്വക്കേറ്റ് രാംകുമാർ സാറ് സംസാരിച്ചപ്പോൾ ഞാൻ വളരെ പ്രതീക്ഷയോടെയാണ് ഞാൻ കേട്ടിരുന്നത്. കാരണം അദ്ദേഹം വളരെ നിഷ്പക്ഷമായി സംസാരിക്കുമെന്നായിരുന്നു. പക്ഷെ അവസാന ഘട്ടത്തിലേക്ക് വന്നപ്പോൾ അദ്ദേഹത്തിന്റെ ഉള്ളിരിപ്പ് എന്താണെന്നുള്ളത് വളരെ വ്യക്തമായി തന്നെ പുറത്തു വന്നു. അപ്പൊ അദ്ദേഹം പറയുന്നത് അമേരിക്കയിലും ഇംഗ്ലണ്ടിലും ഒക്കെ അല്ലെ, അമേരിക്ക ഒരു ഫെഡറൽ മോഡലാണ്, അവിടെയൊക്കെ ഒറ്റ തെരഞ്ഞെടുപ്പാണ്. പക്ഷെ അങ്ങേക്കറിയാം അമേരിക്കയിലെ 2 പാർട്ടികളേ ഉള്ളൂ. അമേരിക്കൻ ഭരണഘടനയുടെ അടിസ്ഥാനത്തിൽ തന്നെ അവിടെ 2 പാർട്ടി സിസ്റ്റമാണ്. പക്ഷെ അവിടെ 50 സ്റ്റേറ്റുകളുണ്ട്. 50 സ്റ്റേറ്റുകളിലും 50 വ്യത്യസ്തങ്ങളായ നിയമങ്ങളാണ്. ഈയിടെ ഒരു അമേരിക്കൻ പൊളിറ്റിക്കൽ കമന്റേറ്റർ പറയുന്നത് കിട്ടും, ഇന്ത്യയിലെ 76 കോടി വോട്ടെണ്ണി തീരാനായിട്ട് അധികം സമയം വേണ്ടി വന്നില്ല. പക്ഷെ അമേരിക്കയിൽ ഇപ്പോഴും പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ പല സ്റ്റേറ്റുകളിലും ഇപ്പോഴും 1-2 സ്റ്റേറ്റുകളിലൊക്കെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. അതാണ് അവിടുത്തെ സിസ്റ്റം എന്തായിരുന്നു. അത്രമാത്രം ഡൈവേഴ്സിറ്റീസ് ഉണ്ട്. പക്ഷെ അവിടെ ഒരു 2 പാർട്ടി സിസ്റ്റമാണ്. ഇംഗ്ലണ്ടിലും അതുപോലെ ഒരു 2 പാർട്ടി സിസ്റ്റമാണ്. പക്ഷെ അവിടുത്തെ ഒരു പോപ്പുലേഷൻ ഒക്കെ നമുക്കറിയാം, ഇന്ത്യയിലെ ഒരു സംസ്ഥാനത്ത് ഒതുങ്ങുന്ന ഒരു ജനസംഖ്യ പോലും അമേരിക്കയിലും ഇംഗ്ലണ്ടിലും ഇല്ല എന്ന് നമുക്കറിയാം. പിന്നെ ഇവിടെ പറഞ്ഞു ആദ്യത്തെ തെരഞ്ഞെടുപ്പ് 2-3 തെരഞ്ഞെടുപ്പുകളിൽ ഇവിടെ ഒറ്റ തെരഞ്ഞെടുപ്പായിരുന്നു. പക്ഷെ നമുക്കറിയാം ആദ്യം 51, 52 6 മാസം എടുത്തു ഇന്ത്യയിൽ ആദ്യത്തെ പൊതു തെരഞ്ഞെടുപ്പ്. ഒരു കാര്യം മനസ്സിലാക്കണം, 2 തവണ ഇന്ത്യയിൽ ആദ്യത്തെ പൊതു തെരഞ്ഞെടുപ്പ് നീട്ടിവെക്കുകയുണ്ടായി. അത് കാരണം ഇലക്ഷൻ കമ്മീഷൻ ഇതിന്റെ ഈ പ്രൊസീജിയറും ഒക്കെ ആയി പൊരുത്തപ്പെട്ടു പോകുവാനൊക്കെയുള്ള ബുദ്ധിമുട്ട് കാരണം 2 തവണ ഇന്ത്യയിൽ ആദ്യത്തെ പൊതു തെരഞ്ഞെടുപ്പ് നീട്ടിവെച്ചു എന്നൊരു കാര്യം ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. പിന്നെ ഇവിടെ പറഞ്ഞു നെഹ്റുവിന്റെ ഒരു ജനാധിപത്യ വിരുദ്ധത, അദ്ദേഹം EM ശങ്കരൻ നമ്പൂതിരിപ്പാട് സർക്കാരിനെ പുറത്താക്കി. ഇവിടെ പുറത്തു വന്ന പല ഇതും പറയുന്നത് EMS അവനെ ആവശ്യപ്പെട്ടു എന്നാണ് പറയുന്നത്. ഈ പറയുന്ന അന്ന് നടന്ന വിമോചന സമരത്തിന്റെ പശ്ചാത്തലത്തിൽ അദ്ദേഹത്തിന് തന്നെ മുന്നിൽ ഈ പറയുന്ന അധികാരത്തിൽ മുന്നോട്ട് പോകാൻ കഴിയാത്തൊരു സാഹചര്യത്തിൽ പിന്നെ അന്ന് EMSനെ സപ്പോർട്ട് ചെയ്ത ഓപ്പണായിട്ട് സപ്പോർട്ട് ചെയ്ത ഏക പ്രസ്ഥാനം എന്ന് പറയുന്നത് ഹിന്ദു മഹാസഭയാണ്. അപ്പോൾ അതുകൊണ്ട് ഇന്ന് അവർ പറയുന്നതൊക്കെ നെഹ്റുവിനെ വിമർശിക്കുന്നതിന്റെ ഒക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. പിന്നെ നമ്മൾ ഇവിടെ ഇപ്പോൾ രോഹിണി എന്നോട് ചോദിച്ച ആ ചോദ്യം സ്പെസിഫിക് ആയിട്ട് തന്നെ ഞാൻ ഉത്തരത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ അതാ ഇവിടെ ബഹുമാനപ്പെട്ട നാരായണ നമ്പൂതിരി സാറും പറയുണ്ടായി, എല്ലാവരും തന്നെ പറയുണ്ടായി. ഇവിടെ ഈ പറയുന്ന 47 രാഷ്ട്രീയ പാർട്ടികൾ, പ്രാദേശിക പാർട്ടികൾ അഭിപ്രായം പറഞ്ഞു. അതിൽ 32 പ്രാദേശിക പാർട്ടികൾ അതിനെ അനുകൂലിച്ചു എന്ന്. ആ 32 പ്രാദേശിക പാർട്ടികൾ എന്ന് പറയുന്നത് 2ാം മോദി സർക്കാരിന്റെ ഭാഗമായി NDA മുന്നണിയുടെ ഭാഗമായി നിന്നിരുന്ന പാർട്ടികളാണ്. ഇപ്പോൾ 3ാം മോദി സർക്കാർ വന്നപ്പോൾ ആ 32 പ്രാദേശിക പാർട്ടികളിൽ എത്ര പാർട്ടികൾ അവശേഷിച്ചിട്ടുണ്ട് എന്ന് ഒന്ന് പരിശോധിക്കുക. ഇന്ത്യയിലെ എത്രയോ പ്രാദേശിക പാർട്ടികൾ BJPയുമായി കൂട്ടുകൂടി നിന്നിരുന്ന എത്രയോ പ്രാദേശിക പാർട്ടികൾ ചരിത്രത്തിന്റെ ചവറ്റുകൊട്ടയിലേക്ക് കാലയവനിയിലേക്ക് മറിഞ്ഞിരിക്കുന്നു. നമുക്ക് അറിയാം ആസാം ഗണപരിഷത്ത് ആസാമിൽ ശക്തമായ ഒരു പാർട്ടിയായിരുന്നു, അപ്പോൾ ചിത്രത്തിലില്ല. പഞ്ചാബിൽ അകാലിദൾ BJPയോടൊപ്പം നിന്നിരുന്നു, അവർ തീർന്നു പോയിക്കൊണ്ടിരിക്കുന്നു. മഹാരാഷ്ട്രയിലെ ശിവസേന അവർ ഓൾമോസ്റ്റ് ഫിനിഷ് ആയി പോയിക്കൊണ്ടിരിക്കുന്നു. ഇവരെ BJPയെ രഹസ്യമായും പരസ്യമായും സഹായിച്ചിരുന്ന DSP ഉത്തരത്തില് അത് തീരാൻ പോയിക്കൊണ്ടിരിക്കുന്നു. TRS തെലങ്കാനയില്. അതാണ് ഇവിടുത്തെ പ്രശ്നം എന്ന് പറയുന്നത്. ഈ പ്രാദേശിക പാർട്ടികളെ മുഴുവൻ വിഴുങ്ങി നമ്മുടെ ഫെഡറൽ സംവിധാനത്തെ തകർത്ത് എന്തുകൊണ്ടാണ് ഇവിടെ ഫെഡറൽ സംവിധാനത്തെ തകർക്കുന്നത് ചോദിച്ചാൽ കൃത്യമായി തന്നെ പറയാം. കൃത്യമായ കണക്കുണ്ട്. ഒരു 1984 മുതൽ 2014 വരെ ഇന്ത്യയിൽ 31 അസംബ്ലി ഇലക്ഷൻസ് തെരഞ്ഞെടുപ്പുകൾ പാർലമെന്റ് ഇലക്ഷനൊക്കെ നടന്നു. അതില് ഈ പറഞ്ഞ 24 നിയമസഭകളിലും ഈ പാറ്റേൺ സെയിം ആയിരുന്നു. അതായത് ദേശീയ പാർട്ടികൾക്ക് ലോക്സഭയിൽ കിട്ടിയ വോട്ടും പ്രാദേശിക നിയമസഭയിൽ കിട്ടിയ വോട്ടും തുല്യമായിരുന്നു. കൃത്യമായി കോൺസ്റ്റിറ്റ്യുവൻസി പറയുന്നുണ്ട് 2600ഓളം അസംബ്ലി നിയോജക മണ്ഡലങ്ങളിൽ അവിടെ അതായത് 77% എന്ന് പറയുന്ന ഇടങ്ങളിലും ഈ ദേശീയ പാർട്ടികൾക്ക് ലോക്സഭയിലേക്കും സംസ്ഥാനങ്ങളിലേക്കും കിട്ടിയ വോട്ട് പാറ്റേൺ സെയിം ആയിരുന്നു. അതാണ് ഇവിടുത്തെ പ്രശ്നം എന്നുള്ളത്. ഇവിടെ നമുക്കറിയാം, ഇവിടെ ഇപ്പോൾ തന്നെ നമ്മൾ കണ്ടു, ഒരു 5 മാസം മുന്നെയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടന്നത്. ആ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ പാറ്റേൺ അല്ല ഹരിയാനയിലും മഹാരാഷ്ട്രയിലും ഉണ്ടായത്. അതാണ് ഈ ഇന്ത്യ 2 വ്യത്യസ്തമായ രീതിയിലാണ് ഈ തെരഞ്ഞെടുപ്പുകളിൽ നമ്മൾ റെസ്പോണ്ട് ചെയ്യുന്നത്. പിന്നെ അതുപോലെ തന്നെ ഇവിടെ എല്ലാവരും പറഞ്ഞൊരു കാര്യം കോസ്റ്റ് എഫക്റ്റീവ്നെസ്, ചെലവ് കുറയ്ക്കുന്നു. പക്ഷെ ഇതിന്റെ അകത്ത് പുതുതായി വരുന്ന പ്രശ്നങ്ങൾ എന്താ അറിയോ? ഈ തെരഞ്ഞെടുപ്പുകളെല്ലാം ഒന്നിച്ചു നടന്നാൽ നമുക്ക് 50 ലക്ഷത്തോളം പുതിയ ഉദ്യോഗസ്ഥന്മാരെ ആവശ്യപ്പെടുന്ന പറയുന്നത് ഈ തെരഞ്ഞെടുപ്പ് സമ്പ്രദായം മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി. അപ്പൊ അവർക്ക് വേണ്ടി വരുന്ന ഭാരിച്ച ചെലവ്. ഇത്തരം കാര്യം ഞാൻ പറയട്ടെ, ഇവിടെ പറയുന്നു ലോക്സഭാ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഒന്നിച്ചു നടക്കുന്നു. അത് കഴിഞ്ഞ് 100 ദിവസത്തിനകം ത്രിതല പഞ്ചായത്ത്.
ഇന്ത്യയിൽ എത്ര ത്രിതല പഞ്ചായത്തുകളുണ്ടെന്ന് അറിയോ? ഇന്ത്യയിൽ 30 ലക്ഷം ത്രിതല പഞ്ചായത്തുകളുണ്ട്. ഈ 30 ലക്ഷം ത്രിതല പഞ്ചായത്തുകളിലേക്ക് ഒരുമിച്ച് തെരഞ്ഞെടുപ്പ് നടത്തണമെങ്കിൽ ഇവിടെ എത്ര കോടി EVM വേണ്ടി വരും? ഇപ്പോൾ തന്നെ ഓർക്ക് ഈ പറയുന്ന ചെലവുകൾ. പിന്നെ ഇവിടെ 1,30,000 കോടിയുടെ കണക്ക് പറയുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മാത്രമാണ്. ആ ഒരു കോടി പിന്നെ 1,30,000 കോടിയോട് കൂടി ഈ സംസ്ഥാന തെരഞ്ഞെടുപ്പിലൂടെ കുടുംബത്തിൽ വരുന്ന കോടിക്കണക്കിന് ഒറ്റ അടിക്ക് വരാൻ പോകുന്ന ഇന്ത്യക്ക് വരാൻ പോകുന്ന ഈ സാമ്പത്തിക ആഘാതം എന്ന് പറയുന്നത്. ഞാൻ സ്പെസിഫിക് ആയിട്ട് രണ്ട് കാര്യങ്ങളിലേക്ക് പറയാം. YS ഖുറേഷി ഇന്ത്യയുടെ മുൻ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ പറഞ്ഞു, ഈ രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് ലോജിക്കലി കറക്റ്റ് ആണ്, ബട്ട് കോൺസ്റ്റിറ്റ്യൂഷണലി ആൻഡ് ഫെഡറലി ഇറ്റ് ഈസ് നോട്ട് കറക്റ്റ്. അതിന് കാര്യം പറയാം. ഇപ്പോൾ രാംനാഥ് കോവിന്ദ് മുന്നോട്ട് വെച്ച പ്രൊപ്പോസൽ അതില് ഒന്ന് എങ്ങനെയാണ് ഇത് ഫെഡറൽ വിരുദ്ധമാണ് എന്ന് ഞാൻ പറയാം. ഇപ്പോഴത്തെ ഇന്ത്യൻ ഭരണഘടനയിൽ ആർട്ടിക്കിൾ 174 പറയുന്നു, ഒരു അസംബ്ലി സെക്ഷൻ ഒരു അസംബ്ലി അത് പ്രൊറോഗ് ചെയ്യണമെങ്കിലും ഡിസോൾവ് ചെയ്യണമെങ്കിലും ഇറ്റ് ഷുഡ് ബി ഓൺ ദ ബേസിസ് ഓഫ് ദ അഡ്വൈസ് ഗിവൺ ബൈ ദ ചീഫ് മിനിസ്റ്റർ. ഗവർണർ ചെയ്യേണ്ടത് നിയമസഭ പിരിച്ചുവിടണമെങ്കിലും അത് എന്ന് പറയുന്നത് മുഖ്യമന്ത്രിയുടെ ഉപദേശപ്രകാരമാണ്. പക്ഷെ ഇപ്പോൾ രാംനാഥ് കോവിന്ദ് മുന്നോട്ട് വയ്ക്കുന്ന കറന്റ് പ്രൊപ്പോസലിൽ പറയുന്നത് ഇവിടെ മുഖ്യമന്ത്രിക്ക് റോളില്ല, പ്രധാനമന്ത്രി തീരുമാനിക്കണം. ഇപ്പോൾ പിന്നെ എന്താണ് സംസ്ഥാനം? പിന്നെ ഈ ജനങ്ങൾ തെരഞ്ഞെടുത്ത് വോട്ട് ചെയ്ത് തെരഞ്ഞെടുത്ത ജനങ്ങൾക്ക് തെരഞ്ഞെടുത്ത മുഖ്യമന്ത്രിക്കും സർക്കാരിനും മന്ത്രിസഭയ്ക്കും എന്താണ് റോൾ? അവിടെയാണ് ഇവിടെ ഈ പറയുന്ന നമ്മളൊരു കൃത്യമായി ഒരു തെളിവ് ചോദിച്ചാൽ ഇനി രണ്ട് കോൺസ്റ്റിറ്റ്യൂഷൻ ഇത് എങ്ങനെയാണ് റോങ് ഞാൻ കൃത്യമായി പറയാം. കാരണം ആർട്ടിക്കിൾ 368 ബഹുമാനപ്പെട്ട ബൽദേവ് സച്ചിദാനന്ദ പറഞ്ഞത് ഇറ്റ്സ് പാർട്ട് ഓഫ് ദ പിന്നെ ഫണ്ടമെന്റൽ സ്ട്രക്ചർ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ, ബേസിക് കോൺസ്റ്റിറ്റ്യൂഷൻ ആർട്ടിക്കിൾ 368. അതിന് പറയുന്നത് സുപ്രധാനമായ ഭേദഗതി വേണമെങ്കിൽ പകുതിയിൽ കുറയാത്ത സംസ്ഥാന നിയമസഭകളുടെ 3/2 ഭൂരിപക്ഷം വേണം. പക്ഷെ ഇവിടെ രാംനാഥ് കോവിന്ദ് കമ്മിറ്റി കൊടുത്തിരിക്കുന്ന റെക്കമെൻഡേഷൻ പറയുന്നത് 3/2 ഭൂരിപക്ഷം നമ്മൾ എടുത്തു കളഞ്ഞു. പകുതിയിൽ കുറയാത്ത സംസ്ഥാന നിയമസഭകളുടെ പിന്തുണയുണ്ടെങ്കിൽ ഇത് അമെന്റ്മെന്റ് കൊണ്ടുവരാവുന്നതാണ്. അപ്പോൾ എന്താണ് ഇവിടെ ഈ പറയുന്ന 1973 ഏപ്രിൽ 24 വന്ന് ഏറ്റവും ചരിത്ര പ്രസിദ്ധമായ വിധിയായിട്ടുള്ള പിന്നെ കേശവാനന്ദ ഭാരതി കേസ് ഈയിടെ സുപ്രീം കോടതി പറഞ്ഞല്ലോ, ഭരണഘടനയുടെ അടിസ്ഥാനപരമായിട്ടുള്ള ചില പ്രത്യേകതകളുണ്ട്. അതിന്റെ ഒന്നാണ് ഈ പറയുന്ന കോൺസ്റ്റിറ്റ്യൂഷണലിസം, അതിന്റെ ഒന്നാണ് ഫ്രീ ആൻഡ് ഫെയർ ഇലക്ഷൻ, പാർലമെന്ററി ഡെമോക്രസി. അപ്പൊ അതിനെല്ലാം വലിയ വളരെ കൃത്യമാണ്. BJP-യിലേക്ക് ഇവിടുത്തെ മുഴുവൻ പ്രാദേശികതയും തകർത്തുകൊണ്ട് പ്രാദേശിക രാഷ്ട്രീയ പാർട്ടികൾ തകർത്തുകൊണ്ട് ഇതിന്റെ അത്യാവശ്യ കാര്യം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ 2 സംഭവങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. ഒന്ന് സൂററ്റ് പ്രതിപക്ഷ സ്ഥാനാർത്ഥികളെ മുഴുവൻ ഭീഷണിപ്പെടുത്തി വിലപേശിയും പിൻവലിപ്പിച്ചു, തെരഞ്ഞെടുപ്പ് നടന്ന സൂററ്റിൽ. 2 ഇൻഡോറിൽ മുഖ്യ പ്രതിപക്ഷ പാർട്ടികളുടെ ഉൾപ്പെടെയുള്ള സ്ഥാനാർത്ഥികൾ പിൻവലിച്ചു. അത് നമ്മുടെ മുമ്പിലെ വലിയ സൂചനയാണ്. ഗുജറാത്തിലെ ഇൻഡോർ, പിന്നെ ഗുജറാത്തിലെ സൂററ്റ്, മധ്യപ്രദേശ് ഇൻഡോർ എങ്ങനെയാണ് ഭാവി ഇന്ത്യ മുന്നോട്ട് പോകുന്നത്? ഇനി ഒരു തെരഞ്ഞെടുപ്പ് ഈ രാജ്യത്ത് നടക്കാൻ പോകുന്നില്ല. അതിനുള്ള കളമൊരുക്കലാണ് BJP-യുടെ ഒരു രാഷ്ട്രം ഒരു അതുകൊണ്ടാണ് ഞങ്ങൾ ഇതിനെ ശക്തമായിട്ട് എതിർക്കുന്നത്.